എവിടെ നോക്കിയാലും നമുക്ക് കാണാൻ പറ്റുന്നത് 5G. ഇപ്പോൾ ഈ 5G എന്ന് പറയുന്നത് എല്ലാവരുടെ ഫോണിലും കിട്ടി തുടങ്ങിയപ്പോൾ ഒരുപാടടുത്ത് കുറേ കഥകൾ കേൾക്കുന്നുണ്ട്. 5G മനുഷ്യനെ കൊല്ലുമോ, അല്ലെങ്കിൽ 5G ഹാംഫുൾ ആണോ? ശരിക്കും പറഞ്ഞാൽ 2019 5G എന്ന ടോപ്പിക്ക് നമ്മുടെ ഇൻഡസ്ട്രിയിൽ വന്നപ്പോൾ ഞാനൊരു വീഡിയോ ഇട്ടിരുന്നു. 5G ടെസ്റ്റ് ചെയ്തിട്ട് കുറേ പക്ഷികളൊക്കെ ചത്തുപോയെന്ന്. പക്ഷേ സത്യാവസ്ഥ എന്താണെന്ന് വെച്ചാൽ ആ ഒരു വീഡിയോ ശുദ്ധ മണ്ടത്തരമായിരുന്നു, അതുപോലെ തന്നെ റോങ് ഇൻഫർമേഷൻ ആയിരുന്നു. ഞാനത് റിമൂവ് ചെയ്തിട്ടുണ്ട് അന്ന് തന്നെ. എന്നാൽ ഇന്ന് നമുക്കിടയിൽ അറിയപ്പെടുന്ന എല്ലാ 5G മിത്തുകളെയും ഡിസ്ട്രോയ് ചെയ്യാൻ പോവാണ്. ഒന്നാമത്തത് ക്യാൻസർ ഉണ്ടാക്കുമോ, 5G ക്യാൻസർ ഉണ്ടാക്കുക എന്നുള്ളത്. നമ്മുടെ ഈ ഇലക്ട്രോ മാഗ്നറ്റിക് സ്പെക്ട്രം എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ, അല്ലെങ്കിൽ നമ്മുടെ ഈ ഒരു 5G അല്ലെങ്കിൽ 4G ഒക്കെ ഓടുന്ന ഒരു ഇലക്ട്രോ മാഗ്നറ്റിക് സ്പെക്ട്രം എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ രണ്ടായിട്ട് നമുക്ക് ഡിവൈഡ് ചെയ്യാം. ഈ മനുഷ്യനെ കൊല്ലുന്നതും മനുഷ്യന് ക്യാൻസർ ഉണ്ടാക്കുന്നതുമായിട്ടുള്ള അയണൈസിങ് റേഡിയേഷനും മനുഷ്യന് ഒരു തരത്തിലുള്ള ഹാംഫുള്ളും ആവാത്ത നോൺ അയണൈസിങ് റേഡിയേഷനും. നമ്മുടെ ഈ 5G ഉള്ളത് ഈ നോൺ അയണൈസിങ് റേഡിയേഷൻ ആണ്. സത്യം പറഞ്ഞാൽ നമ്മുടെ ഈ 5G ഓടുന്ന 28 GHz 38 GHz എല്ലാം ഒരു കുഴപ്പവും ഇല്ലാത്തതാണ്. ഫെഡറൽ കമ്മ്യൂണിക്കേഷൻ കമ്മീഷൻ്റെ ഗൈഡ് ലൈൻ നോക്കിക്കഴിഞ്ഞാൽ 100 GHz മുതൽ 300 GHz വരെ ഇടയ്ക്കുള്ള എന്ത് ഇലക്ട്രോമാഗ്നറ്റിക് റേഡിയേഷൻ നമ്മുടെ ശരീരത്തിൽ അടിച്ചു കഴിഞ്ഞാലും ഒരു കുഴപ്പവും വരില്ല എന്നാണ്. എന്നാൽ ഈ 5G വന്നിട്ടുള്ളത് 100 GHz താഴെ മാത്രമാണ്. അപ്പോൾ കംപ്ലീറ്റ്ലി ഫൈനാണ്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ, 5Gനെ വെപ്പണാക്കാൻ പറ്റുമെന്നുള്ളത്, അതായത് 5Gനെ വെപ്പണൈസ് ചെയ്യാൻ പറ്റുമെന്നുള്ളത്. നമ്മുടെ ട്വിറ്ററിലൊക്കെ കുറേ പേര് കുറിച്ചിരിക്കുന്നുണ്ടായിരുന്നു 5Gനെ വെപ്പണാക്കാൻ പറ്റുമെന്നുള്ളത്. അതായത് 5Gയിലൂടെ നമ്മുടെ ശരീരത്തിലേക്ക് പെയിനൊക്കെ കൊണ്ടുവരാൻ പറ്റുമെന്നൊക്കെ കുറേ എണ്ണം കഥ എഴുതിയിട്ടുണ്ട്. 5G ആക്ച്വലി വർക്ക് ചെയ്യുന്നത് സബ്-മില്ലിമീറ്റർ വേവ്സും മില്ലിമീറ്റർ വേവ്സിലൂടെയാണ്. ഈ മില്ലിമീറ്റർ വേവ്സിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ വേവ് ലെങ്ത് ഭയങ്കര കുറവായിരിക്കും, അതുപോലെ തന്നെ ഇത് ട്രാവൽ ചെയ്യുന്ന ഡിസ്റ്റൻസും ഭയങ്കര കുറവായിരിക്കും. എന്നാൽ നമ്മുടെ അമേരിക്ക, നമ്മുടെ US ഒരു വെപ്പണല്ല, ഒരു ക്രൗഡിനെ, അതായത് ജനക്കൂട്ടത്തെ കൺട്രോൾ ചെയ്യാനായിട്ട് ഒരു മെഷീൻ കണ്ടുപിടിച്ചിട്ടുണ്ട്, ആക്റ്റീവ് ഡിനയൽ സിസ്റ്റം എന്ന് പറഞ്ഞിട്ട്. അതിൻ്റെ അകത്ത് നിന്ന് നമ്മുടെ ഈ മില്ലിമീറ്റർ വേവ്സിൻ്റെ ഒരു ബീം പോയിട്ട്, അതായത് 5G യൂസ് ചെയ്യുന്ന സെയിം മില്ലിമീറ്റർ വേവ്സിൻ്റെ ഒരു ബീം പോയിട്ട് മനുഷ്യൻ്റെ ശരീരത്തിൻ്റെ അകത്തേക്ക് പോയി അഫക്റ്റ് ചെയ്ത് അവർക്ക് പൊള്ളലൊന്നും ഏൽക്കൂല എന്നുണ്ടെങ്കിലും ഹീറ്റിംഗ് സെൻസേഷൻ അല്ലെങ്കിൽ പൊള്ളുന്ന വേദന അവർക്ക് അനുഭവപ്പെടും. അപ്പോൾ ഇത് കണ്ടിട്ടാണ് ഈ ആളുകൾ 5G വെച്ചിട്ട് നമുക്ക് വെപ്പണാക്കാൻ പറ്റുമെന്നൊക്കെ ചോദിക്കുന്നത്. എന്നാൽ അങ്ങനെയൊന്നും പറ്റൂല. ഇങ്ങനെ ഒരു മെഷീൻ US കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ടെന്നുള്ളത് ഒരു സംഭവം. പിള്ളേരെ, നമ്മുടെ ഈ 5G എന്ന് പറയുന്നത് ഓരോ ദിവസവും ഇവോൾവ് ചെയ്ത് വരുവാണ്. അതേപോലെ തന്നെ നമ്മുടെ ലോകത്തിലെ ടെക്നോളജിയും. അപ്പോൾ ഈ ടെക്നോളജിയുടെ പുറകിലൊക്കെ ഓരോ IT പ്രൊഫഷണൽസ് കാണും. ശരിക്കും പ്രോഗ്രാമിംഗ് എന്ന് പറയുന്ന സാധനം പഠിക്കാനായിട്ട് IT ബാക്ക്ഗ്രൗണ്ട് നിർബന്ധമാണോ എന്നുള്ളൊരു ക്വസ്റ്റ്യൻ പലർക്കും കാണും. എന്നാൽ ഞാൻ പറയും IT ബാക്ക്ഗ്രൗണ്ട് ഒന്നും തന്നെ വേണ്ട. OpenAIയുടെ CTO ആയിട്ടുള്ള മിറ മുറാട്ടി എന്ന് പറഞ്ഞിട്ടുള്ള ആൾക്ക് ഒരു മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് ബാക്ക്ഗ്രൗണ്ടാണ്. അതിൽ നിന്നാണ് പുള്ളിക്കാരി OpenAI ഡെവലപ്പ് ചെയ്തെടുത്തത്. സോ പ്രോഗ്രാമിംഗ് പഠിക്കാനായിട്ട് ബാക്ക്ഗ്രൗണ്ട് എന്ന് പറയുന്നത് മാറ്റർ ആയിട്ടുള്ളൊരു കാര്യമല്ല. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ഡ്രീം IT ജോബ് കിട്ടാനായിട്ടുള്ള ഏറ്റവും വലിയ സൊല്യൂഷൻ എന്ന് പറയുന്നത് എൻട്രിയുടെ എലിവേറ്റ് ആണ്. എൻട്രി എലിവേറ്റ് എന്ന് പറയുന്നത് കംപ്ലീറ്റ് ഇൻസ്ട്രക്ടർ ലീഡ് ആയിട്ടുള്ള ഡേറ്റാ സയൻസ്, മെഷീൻ ലേണിംഗ്, ഫുൾ സ്റ്റാക്ക് വെബ് ഡെവലപ്മെന്റ്, പൈത്തൺ പ്രോഗ്രാമിംഗ് എന്നിങ്ങനെ ടോപ്പ് കോഴ്സുകൾ നിങ്ങൾക്ക് പഠിക്കാനായിട്ട് സാധിക്കും. ലൈഫ് ലോങ് പ്ലേസ്മെന്റ് അസിസ്റ്റൻസും അതുപോലെ തന്നെ 100% ഇന്റേൺഷിപ്പും ഗ്യാരണ്ടി ചെയ്യുന്നുണ്ട് എൻട്രി എലിവേറ്റ്. നമുക്ക് ടോപ്പ് മെന്റേഴ്സ് ആയിട്ടുള്ള ആളുകളെ നമുക്ക് ഇതിനകത്ത് കിട്ടും. അതായത് ഗൂഗിള്, സാംസങ്, ടെസ്ല, ഊബർ എന്നിങ്ങനെ ടോപ്പ് ആയിട്ടുള്ള ആളുകളുടെ മെന്ററിങ്ങും നിങ്ങൾക്ക് കിട്ടുന്നുണ്ട് എൻട്രി എലിവേറ്റിൽ. അപ്പോൾ ഇപ്പോൾ തന്നെ ജോയിൻ ചെയ്യുക. ഞാൻ ഡിസ്ക്രിപ്ഷനിലും അതുപോലെ തന്നെ കമന്റ് സെക്ഷനിൽ പിൻ ചെയ്തിട്ടും ഒരു ഗൂഗിൾ ഫോം വെച്ചിട്ടുണ്ട്. അത് ഫില്ല് ചെയ്ത് കൊടുത്താൽ മതി. നിങ്ങൾക്ക് ഇൻട്രസ്റ്റഡ് ആണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ലൈഫ് ട്രസ്റ്റ് മീ ചേഞ്ച് ആക്കാൻ പറ്റും. പലർക്കുള്ള വേറൊരു ഡൗട്ടാണ് 5G ശരിക്കും നമ്മുടെ 4Gനെ റീപ്ലേസ് ചെയ്യുന്നു. 5G ഒരിക്കലും 4Gനെ റീപ്ലേസ് ചെയ്യില്ല. ശരിക്കും പറഞ്ഞാൽ 5G എന്ന് പറഞ്ഞാൽ നമ്മുടെ 4Gയുടെ പുറത്ത് ബിൽഡ് ചെയ്തിട്ടുള്ള ഒരു സിസ്റ്റമാണ്. അതുകൊണ്ട് തന്നെ എത്രത്തോളം ആളുകൾ 5Gയിലേക്ക് സ്വിച്ച് ചെയ്യുന്നോ 4G യൂസ് ചെയ്യുന്ന ആളുകൾക്ക് എന്ത് പറ്റും, ഒരുപാട് സ്പീഡ് കിട്ടും. അതുപോലെ തന്നെ ആ 4Gയുടെ സ്പേസ് ഉണ്ടല്ലോ കുറച്ചുകൂടി ഫ്രീ ആവുന്ന സമയത്ത് അവർക്ക് IoT പ്ലാറ്റ്ഫോംസ് ഉണ്ടല്ലോ, ഈ ഹോം സ്മാർട്ട് ഡിവൈസും കാര്യങ്ങളെല്ലാം, അവർക്കെല്ലാം കുറച്ച് സ്പേസ് ഓപ്പൺ ആക്കി കൊടുത്ത് ഇതിലേക്ക് കയറാൻ പറ്റും. അതുപോലെ തന്നെ നമ്മുടെ കരിയർ അഗ്രിഗേഷൻ വഴി 2ഉം 3ഉം 4G സിഗ്നൽസിനെ കമ്പൈൻ ചെയ്ത് കുറച്ചുകൂടി പെർഫോമൻസ് ലിഫ്റ്റ് കൊണ്ടുവരാനായിട്ട് പറ്റും. അപ്പോൾ ഇതും ഒരു ഫാക്റ്റാണ്. ശരിക്കും പറഞ്ഞാൽ പലരും പറയാറുണ്ട്, അതായത് 4G യൂസ് ചെയ്യുന്നവർക്ക് ഇനി നെറ്റ്വർക്ക് കിട്ടാതെ ആവും. അങ്ങനെയൊന്നുമില്ല. 4G യൂസ് ചെയ്യുന്നവർക്ക് നെറ്റ്വർക്ക് കിട്ടും. ഈവൻ കുറച്ചൊരു സ്പീഡ് കൂടിയ നെറ്റ്വർക്ക്, അതായത് പണ്ട് ജിയോ ലോഞ്ച് ചെയ്ത സമയത്ത് ഒരു സ്പീഡ് ഉണ്ടായിരുന്നല്ലോ, ആ ലെവലിലൊക്കെ കിട്ടാൻ ചാൻസ് ഉണ്ട്. 5G നെറ്റ്വർക്ക് ഉണ്ടല്ലോ കാലാവസ്ഥ നിരീക്ഷണത്തെ ബാധിക്കും.
അത് പ്രൂവൺ ആണ് ആക്ച്വലി സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. അതായത് വാട്ടർ വേപ്പേഴ്സ് ഉണ്ടല്ലോ, വാട്ടർ വേപ്പേഴ്സ് എമിറ്റ് ചെയ്യുന്ന റേഡിയേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 22.235 GHz ആണ്. അതായത് നമ്മുടെ 24 GHzന്റെ അടുത്തായിട്ട് വരും. അപ്പോൾ ആക്ച്വലി എന്താ സംഭവിച്ചാൽ ഒരുപാട് ആളുകൾ 5G യൂസ് ചെയ്യുന്ന സമയത്ത് നമ്മുടെ സാറ്റലൈറ്റ് വെതർ ഫോർകാസ്റ്റ് നോക്കുമ്പോൾ അല്ലെങ്കിൽ കാലാവസ്ഥ നിരീക്ഷിക്കുന്ന സമയത്ത് അതിൻ്റെ ഡേറ്റയിൽ ഭയങ്കര ക്രിട്ടിക്കൽ ആയിട്ടുള്ള അക്യുറസി കുറവുണ്ടാക്കാനായിട്ട് ചാൻസ് ഉണ്ട്. അതായത് അക്യുറേറ്റ് ആയിരിക്കില്ല. ഇപ്പോൾ പഠനങ്ങൾ പറയുന്നതെന്ന് വെച്ചാൽ 30% വരെ അക്യുറേറ്റ് അല്ലാത്ത ഇൻഫർമേഷൻ ആയിരിക്കും ഇനി തൊട്ട് നമ്മുടെ വെതർ ഫോർകാസ്റ്റ് സാറ്റലൈറ്റുകൾ, അതായത് നിരീക്ഷണ സാറ്റലൈറ്റുകൾ തരാൻ പോകുന്നത്. ഇതൊരു മേജർ ആയിട്ടുള്ളൊരു പ്രശ്നമാണ്. കാര്യം എന്താ വെച്ചാൽ 1980 നമുക്ക് എങ്ങനെയാണോ വെതർ ഇൻഫർമേഷൻസ് കിട്ടിക്കൊണ്ടിരുന്നത് അതേ ലെവലിൽ നമ്മുടെ വെതർ ഇൻഫർമേഷൻസ് പോകാൻ ചാൻസ് ഉണ്ട് എന്നും പഠനങ്ങൾ പറയുന്നുണ്ട്. ഇപ്പോൾ എല്ലാവരുടെ കയ്യിലും 5G ആയിട്ടില്ല എന്നുള്ള കാര്യം നമ്മൾ ആലോചിക്കണം. കാര്യം ഇപ്പോൾ നമ്മുടെ ന്യൂ ജെൻ പിള്ളേരുടെയൊക്കെ കയ്യിൽ 5G ഫോണുകളൊക്കെ വന്നു തുടങ്ങി. എന്നാൽ നമ്മുടെ അച്ഛൻ അമ്മ അല്ലെങ്കിൽ ഒരു ജനക്കൂട്ടം മൊത്തത്തിൽ എടുത്തു കഴിഞ്ഞാൽ എല്ലാവരുടെ കയ്യിലും 5G വന്നിട്ടില്ല. വരുന്ന സമയത്ത് ലോകമെമ്പാടും നമ്മൾ നോക്കുമ്പോൾ ഉള്ള പ്രശ്നമാണ് ഈ പറയുന്നത്. ഇനി ഫൈനൽ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ, നിങ്ങൾ എല്ലാവരും കാത്തിരുന്ന 5G നമ്മുടെ പക്ഷികളെ കൊല്ലുമോ എന്നുള്ളത്. ശരിക്കും പറഞ്ഞാൽ ആ ഒരു സമയം 5G ലോഞ്ച് ചെയ്ത് അല്ലെങ്കിൽ 5G നെറ്റ്വർക്കിനെ കുറിച്ചിട്ട് ഇപ്പോൾ നമ്മളൊന്ന് 6G എന്ന് ആലോചിച്ചാൽ എങ്ങനെ ഉണ്ടാവും, അതേപോലത്തെ ഒരു സിറ്റുവേഷൻ ആയിരുന്നു അത് 2019. ആ സമയത്ത് ഒരുപാട് ആളുകൾ ചുമ്മാ അടിച്ചിറക്കിയ തള്ളായിരുന്നു ഈ 5G ബേർഡ്സിനെ കൊല്ലൂ എന്ന് പറഞ്ഞിട്ട്. അത് പല ആർട്ടിക്കിളിലും, അതായത് ഫേമസ് ആയിട്ടുള്ള ആർട്ടിക്കിൾസിലും വന്നു. അതും ഒരു ഫാക്റ്റാണ്. എന്നാൽ ഈ പക്ഷികളും 5G തമ്മിലുള്ള റിലേഷനെ നമുക്ക് തള്ളിക്കളയാനും പറ്റില്ല. ഈ ദേശാടന പക്ഷികൾക്ക് വഴി കണ്ടുപിടിക്കാനായിട്ട് ബുദ്ധിമുട്ടുണ്ടാക്കുന്നു ഈ 5G എന്ന് പറഞ്ഞിട്ട് കുറേ ന്യൂസുകളും കാര്യങ്ങളും പഠനങ്ങൾ വരെ പ്രൂവണാണ്. അപ്പോൾ എന്താ പറയട്ടെ, ഈ മൈഗ്രേറ്റ് ചെയ്യുന്ന ബേർഡ്സിൻ്റെ എല്ലാം ലൊക്കേഷൻസ്, അവരിപ്പോൾ ഇന്ത്യയിൽ നിന്ന് ആഫ്രിക്കയിൽ പോയാണ് മൈഗ്രേറ്റ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ അവർ ചിലപ്പോൾ പോയി അന്റാർട്ടിക്കയിൽ മൈഗ്രേറ്റ് ചെയ്യുമായിരിക്കും. അങ്ങനെ അവരുടെ നാവിഗേഷനെ ഇത് അഫക്റ്റ് ചെയ്യുന്നു എന്നും പറയുന്നു. അപ്പോൾ മൊത്തത്തിൽ പറഞ്ഞാൽ ഇതാണ് 5Gയുടെ കുറേ മിത്തുകളെന്ന് പറയുന്നത്. ഇത് എത്രത്തോളം നിങ്ങൾക്ക് ഡൈജസ്റ്റ് ആയി എന്നുള്ളത് എനിക്കറിയില്ല. ഇനി ഇതേപോലെ പുതിയ എന്തെങ്കിലും മിത്തുകൾ നിങ്ങൾക്കറിയാമെന്നുണ്ടെങ്കിൽ കമൻറ്റ് സെക്ഷനിൽ കമൻറ്റ് ചെയ്യുക. ഉറപ്പായിട്ടും എൻട്രി എലവേറ്റും ചെക്ക് ചെയ്ത് നോക്കുക. അടുത്തൊരു വീഡിയോയിൽ വീണ്ടും കൊടുക്കുന്നതായിരിക്കും. ബൈ, ടാറ്റ.